വീണ്ടും എല്ലാവർക്കും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 300 ഗ്രാം അളവിലാണ് ചെമ്മീൻ എടുത്തിട്ടുള്ളത്. 500 ഗ്രാം ചെമ്മീൻ്റെ വേസ്റ്റ് എല്ലാം നീക്കം ചെയ്തപ്പോൾ 200 ഗ്രാം വേസ്റ്റിലൂടെ പോയി. ബാക്കി 300 ഗ്രാമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യമായി ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മസാലയെല്ലാം ചെമ്മീനിലേക്ക് ചേരുന്ന വിധം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ചേരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കുക. ഇതിനെ നമ്മൾ അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കുക. കടായി ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളൊന്നും വേഗത്തില്ല, അപ്പം അത് ശ്രദ്ധിക്കുക. ഇത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബ്രൗൺ കളർ എത്തുമ്പോഴേക്കും ഇതിനെ ഒന്ന് മറിച്ചിടണം. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെയെല്ലാം ഒന്ന് മറിച്ചിടാം. ഇപ്പം ആവശ്യത്തിന് ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി മറിച്ചിട്ടിരിക്കുന്ന സൈഡും കൂടെ ഫ്രൈ ആകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. 2 സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഓയിലിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന എന്ത് സാധനമാണെങ്കിലും നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കോരിയെടുക്കുക. ആ സമയത്ത് ഇതിനുള്ളിലുള്ള കുറച്ച് ഓയിലിനെ ഈ ഒരു കടായിലേക്ക് പുറന്തള്ളുന്നതാണ്. അല്ലെങ്കിൽ ഓയിൽ ഇതിൽ തന്നെ പിടിച്ചിരിക്കും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ കടായിലേക്ക് അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഞാനൊരു 15 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചരുചി മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 തക്കാളി നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചെമ്മീന് പുളിക്ക് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ പഴുത്ത തക്കാളി തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ തക്കാളി നന്നായി വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. പകുതി വഴന്നു കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത സമയത്ത് അതിലേക്ക് തേച്ച മസാലയുടെ ബാക്കി വന്ന മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ആ ഒരു മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ. ഇനി ഇതിലേക്ക് ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇതിൻ്റെ ഒരു പച്ചരുചി മാറുന്നിടം വരെ ഒന്ന് ഇളക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ചെമ്മീൻ്റെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടികളുടെയൊക്കെ അളവ് കൂട്ടി കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് ചെമ്മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉള്ളിയും പൊടികളുമെല്ലാം ഈ ചെമ്മീനിലേക്ക് ചേരുന്ന വിധം നന്നായിട്ടൊന്ന് 3 മിനിറ്റ് മാത്രം ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നാളെ കാണാം. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.